ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. ഇഹത്തിലെ കഷ്ടത തീർത്തിടുവാൻ പ്രിയൻ വന്നിടുമേ, വാനിൽ വന്നിടുമേ. പ്രത്യാശയോടെ ഞാനും കാത്തിരിക്കുന്നേ, എന്റെ പ്രിയനേ വേഗം വന്നിടണേ. പ്രത്യാശയോടെ ഞാനും കാത്തിരിക്കുന്നേ, എന്റെ പ്രിയനേ വേഗം വന്നിടണേ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. നല്ലവനല്ലോ ദൈവം, നല്ലവനല്ലോ, സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ A.T. തോമസ് കൊട്ടാരക്കര ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഏറ്റുപറയുക എന്നതാണ്. ഏറ്റുപറച്ചിൽ എന്നുള്ളതിന് ബൈബിളിലെ മൂലപദമായ ഗ്രീക്കിൽ നൽകിയിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹോമോലോഗിയോ എന്നാണ്. രണ്ട് പദങ്ങളുടെ സംയോജനമാണ് ഹോമോലോഗിയോ. ഹോമോ എന്ന് വെച്ചാൽ സൈമാസ്, നിലവിലുള്ള ഒരു വിഷയത്തെ അതേപോലെ തന്നെ നാം പറയുന്നതിനെ ആണ് അത് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ലോഗിയോ എന്നുള്ളത്, അത് ടു സ്പീക്ക്. അപ്പോൾ സ്ഥിരതയുള്ള ഒരു വിഷയത്തെ നാം അതിൻ്റെ മാറ്റം വരുത്താതെ അതിൻ്റെ വ്യവസ്ഥയനുസരിച്ച് പറയുന്ന ഒന്നാണ് ഏറ്റുപറച്ചിൽ എന്നുള്ളത്. തനതായ അവസ്ഥയെ അപ്പോൾ വെളിപ്പെടുത്തുക. തിരുവെഴുത്തിൽ അങ്ങനെ പല സന്ദർഭങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മനുഷ്യരൊക്കെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ദാവീദ് പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഞാൻ എൻ്റെ കുറ്റം ദൈവത്തോട് ഏറ്റുപറഞ്ഞു, അപ്പോൾ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു എന്നൊക്കെ ആ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം ക്ഷമിക്കുന്നവനാണെന്നും പാപങ്ങളെ മറച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് ദൈവകരുണ പ്രാപിക്കണമെന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തു വന്നിരുന്നത്. പുതിയ നിയമത്തിൽ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ വിഷയത്തിൽ നീതിമാനും വിശ്വസ്തനുമാകുന്നു എന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് പറയുന്നു. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വിശ്വാസികളിലും പാപമുണ്ടാകാം. അപ്പോൾ അവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരുന്ന പ്രാഥമിക ഘട്ടത്തിൽ രക്ഷയ്ക്കായി അപേക്ഷിക്കുന്ന, രക്ഷയ്ക്കായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു സാഹചര്യത്തിലും ഇതേ മനോഭാവമായിരിക്കണം. വിശ്വാസികളിൽ ഉണ്ടാകുന്ന പാപസ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിലും ഈ ഒരു നിലപാട് തന്നെ ഉണ്ടാകണം. അപ്പോൾ പറയുകയാണ്, നാം ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അത് മോചിക്കുവാൻ, അത് ക്ഷമിക്കുവാൻ ദൈവം വിശ്വസ്തൻ നീതിമാനുമാണ്. പ്രത്യേകാൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പാപക്ഷമയ്ക്കായി അടുത്തു വരുമ്പോൾ ദൈവം അവനെ വിടുവിക്കുവാൻ ശക്തനാകുന്നു, വിശ്വസ്തനാകുന്നു.
അതിൻ്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അത് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രണ്ടാമത്തെ ഏറ്റുപറച്ചിൽ എന്ന് ഈ ഒന്നാമത്തെ ഏറ്റുപറച്ചിലിൻ്റെ മറ്റൊരു വാക്യം കൂടി നമുക്ക് സ്ഥായിയായിട്ടുണ്ട്. റോമാലേഖനം 10:9 വാക്യം, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയ്ക്കായുള്ള ഒരു ഏറ്റുപറച്ചിലാണിത്, രക്ഷയ്ക്കായി ഉള്ള ഏറ്റുപറച്ചിൽ. ഇനി രണ്ടാമത്തെ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത് ദൈവത്തെ സാക്ഷിക്കുന്ന വിഷയത്തിലാണ്. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 10-ാം അധ്യായം 32-33 വാക്യങ്ങൾ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിനെ സാക്ഷിക്കുന്ന വിഷയത്തിൽ നാം വളരെ താല്പര്യമുള്ളവരായിരിക്കണം. കർത്താവ് അതിനുവേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. നമുക്ക് വാസ്തവത്തിൽ ഈ രക്ഷയ്ക്കായി നാം ഏറ്റുപറയുമ്പോൾ നമുക്കൊരു പദവി ലഭിക്കുക. ഈ രാഷ്ട്രീയ രംഗത്തും നീതിപീഠത്തിലുമൊക്കെ, അതായത് കോടതിയിലുമൊക്കെ ഔദ്യോഗിക സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നവർ ആ സമയത്ത് സത്യവാചകം ഏറ്റുചൊല്ലുകയും ആ ഏറ്റു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമായി അവർ ഫയലിൽ ഒപ്പിട്ട് ആ ഔദ്യോഗിക സ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ നീതിയും വിശ്വസ്തയും അങ്ങനെ ആ രീതിയിൽ പാലിച്ച് പൊയ്ക്കൊള്ളാം എന്നൊരു ധൈര്യമാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്നത്. അതാണ് നമ്മെ കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന് സാക്ഷിക്കുവാനാണ്. നാം വിശ്വസ്തരായ യജമാനെ സേവിക്കാൻ വേണ്ടി ആക്കപ്പെട്ടവരാണ്. പത്രോസിൻ ലേഖനത്തിൽ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നാം രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമ്മളെ ഫലം കായ്പാൻ ആക്കി വച്ചിരിക്കുന്നു, ഫലം കായ്പാൻ ആക്കി വച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എങ്ങനെയാണ്? കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കണം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്ന പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവന് സൗഖ്യം ലഭിച്ചപ്പോൾ കർത്താവിനെ അവൻ സാക്ഷിച്ചു. അവൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയമല്ലല്ലോ. അപ്പോൾ അവന് സാക്ഷിച്ചു. എന്നാൽ പള്ളിപ്രശ്നരാകുമെന്ന് ഭയപ്പെട്ടിട്ട് അവൻ്റെ മാതാപിതാക്കൾ സാക്ഷിച്ചില്ല. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെയും ധാരാളം ആൾക്കാർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച്, പ്രത്യേകിച്ച് പ്രമാണികൾ അനേകർ വിശ്വസിച്ചു. പള്ളിപ്രശ്നരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ സാക്ഷിക്കുന്ന വിഷയത്തിൽ നാം എപ്പോഴും ശ്രദ്ധാലുക്കളാകണം, അഥവാ ഏറ്റുപറയണം. കർത്താവിനെ ഏറ്റുപറയണം. മനുഷ്യരുടെ മുൻപിൽ നമ്മുടെ കർത്താവിനെ നാം ഏറ്റുപറയുന്നവർ ആകണം. ഇനി മറ്റൊന്ന്, ഈ യാക്കോബിൻ്റെ ലേഖനം 5-16 വാക്യത്തിൽ പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകേണ്ട മനോഭാവമാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. ഒരൈക്യത ആദ്യമേ ഉണ്ടാകണം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലും കർത്താവ് പറയുന്നുണ്ട്, 2 പേർ ഐക്യമത്യപ്പെട്ട് യാചിക്കുന്ന കാര്യത്തിൽ ദൈവം ഇടപെടുന്നു, ദൈവം പ്രവർത്തിക്കുന്നു, മറുപടി നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിംഫോണിയോ എന്നുള്ളൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വാദ്യങ്ങളുടെ ഒരേ താളത്തിലും രാഗത്തിലുള്ളതായ ഒരു സൗണ്ട്, ഓരോന്നിൻ്റെയും വ്യത്യസ്തങ്ങളായ രാഗത്തിലുള്ളതായ താളം, വ്യത്യസ്ത താളങ്ങളായാൽ മ്യൂസിക് ഒരിക്കലും സുഖകരമായി നമുക്ക് ആസ്വദിപ്പാൻ കഴിയില്ല.
രാഗവും താളവും ഒരേ രീതിയിലായിരിക്കണം, ഏക മനസ്സായിരിക്കണം മനുഷ്യർ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയണം. സഹോദരന്മാർ പരസ്പരം എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് ഒരു ഏകീഭാവത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞതിന് സാരം. നാലാമത്തെ വിഷയം എബ്രായ ലേഖനം 13-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ ഓർപ്പിക്കുന്നത്, നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്ദി അർപ്പിക്കുന്നതിൽ നാം ഏറ്റുപറയുന്നവർ, നന്ദി അർപ്പിക്കുന്ന വിഷയത്തിൽ അത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നാം നന്ദി അർപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നാം പിന്നിലായി പോകാറുണ്ട്. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു ഇസ്രായേലിൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യഫലവുമായി യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ പുരോഹിതന് മുൻപിൽ വെച്ച് അവൻ പറയണം, അതെ, പിതാക്കന്മാരുടെ ദൈവം വാഗ്ദത്തം ചെയ്ത പോലെ ഞങ്ങളെ ഈ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾക്ക് കൃഷി ചെയ്യുവാൻ അതിൻ്റെ ഫലമൊക്കെ അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ ആ രീതിയിൽ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറഞ്ഞിട്ടാണ് അതിനുശേഷമാണ് പുരോഹിതനത് സ്വീകരിക്കുന്നതും അവനെ അനുഗ്രഹിക്കുന്നതും. അപ്പോൾ നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള കാര്യമാണ് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഹോമോലോഗിയോ എന്നുള്ള ആ പദം പ്രത്യേകാൽ ഈ 4 വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. 1, രക്ഷയ്ക്കായി നാം ഏറ്റുപറയുന്നു. 2, കർത്താവിനെ പരസ്യമായി സാക്ഷിക്കുന്നതിൽ അതൊരു ഏറ്റുപറച്ചിലാണ്. 3, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുന്ന വിഷയത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം. 4, നന്ദി അർപ്പിക്കുന്ന കാര്യത്തിൽ നാം ദൈവത്തിനെ ആ രീതിയിൽ ഏറ്റുപറയുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി തീരുന്നതിനായി ദൈവം സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.